അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരു 4-5 മിനിറ്റ് ഒക്കെ മതിയാവും. അതിനാണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇത് ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കും. കാരണം ഞാനിവിടെ ചോറ് ഇതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കുന്ന ഒരാളാണ്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ നല്ല ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിക്കകത്തോട്ട് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ചെറിയ പഴം ചേർത്തിട്ടുണ്ട്. പിന്നെ 3 ഏലക്ക ചേർത്തിട്ടുണ്ട്. 1 മുട്ട. പിന്നെ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മുട്ട ചേർക്കണ്ട. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. പാൽ ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത്. കാരണം കൺസിസ്റ്റൻസി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം ഒരു ഇച്ചിരിയും കൂടെ പാല് വേണേൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഓരോ ഉരുളയായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് വലിയ ഉരുള ആക്കണ്ട, ചെറുത് മതി. ഇത് നല്ലോണം പൊങ്ങി വരും. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല പെട്ടെന്ന് കളർ വെക്കും, ഉള്ളു വേവില്ല. ഇപ്പം നമ്മുടെ കിഡിലനായിട്ടുള്ള റൈസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 1.5 ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സ്വീറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും 100% ഇത് ഇഷ്ടമാവും. കാരണം നല്ല ടേസ്റ്റിയാണ് ഇത്, വെറുതെ പറയല്ല. അപ്പോൾ എല്ലാവരും ചോറ് വെച്ച് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പുറം ചെറുതായിട്ട് ക്രിസ്പിയും അതേപോലെ അകം നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട. അതേപോലെ തന്നെ എൻ്റെ പുതിയ ചാനൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്തിടുന്നുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.